ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറീസ് ബൈ റീനാവിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം പറയുന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ നാടൻ വിഭവമായ ചക്കക്കറിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഞാൻ ഉണ്ടാക്കിയ ചക്കക്കറിയുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്കറിൽ ഇത്തിരി വെള്ളമൊഴിച്ച് ഇതിന് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിച്ച് വെച്ചു. ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കടുകും ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ച് അത് ശരിക്കും താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇത് വെച്ചൊന്ന് ഉടച്ച് എല്ലാം ഒന്ന് പാകപ്പെടുത്തി കണ്ട ഒരു തുണ്ട് വെള്ളം ഇല്ലാതെ കണ്ട നല്ലതായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സവാള ഇതുപോലെ അരിഞ്ഞ് ഇതിൻ്റെ വെക്കും. എന്നിട്ട് നമ്മൾ ഇത് ഒരുമിച്ച് കൂട്ടി കഴിക്കുമ്പോൾ സവാളയും കൂടിയും ചേർത്തിട്ടാണ് ഈ ചിക്കൻ കറി അല്ലെങ്കിൽ ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തിയോ പച്ചമുളക് ചമ്മന്തിയോ പിന്നെ അച്ചാറോ ഒക്കെ കൂട്ടി നമ്മൾ കഴിക്കുന്നത്. വളരെ രുചികരമാണ്. ഇതിൽ പ്രത്യേകിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അരിഞ്ഞ് കപ്പ ബിരിയാണിക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ സവാള, അതുപോലെ ഇതിനും നല്ലതാണ് കേട്ടോ. ഇതിവിടെ ഉള്ളത് നാരങ്ങയും പിന്നെ നമ്മുടെ ഈന്തപ്പഴം കൂടിയുള്ള അച്ചാറുണ്ട്. ചിക്കൻ കറി ഇന്നലെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, എളുപ്പത്തിൽ കുക്കറിൽ വെക്കാവുന്ന ചിക്കൻ കറി അതാണ്. ഇപ്പോൾ ചിക്കൻ കറി ഇല്ലെങ്കിൽ നമുക്ക് ചമ്മന്തി അച്ചാറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സവാള അരിഞ്ഞ് കഴിച്ചാൽ നന്നായിരിക്കും ഇതിൻ്റെ ഒപ്പം. ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ അരിഞ്ഞ് ഇത് ഒരുമിച്ച് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.